ഈ ഇലക്ട്രിക് ബസ് ഈ പ്രദേശങ്ങളിലല്ലാതെ ഉൾപ്രദേശങ്ങളിൽ ഓടുന്നതുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്കത് വളരെ ഉപകാരമാണ്. കാരണം ഇലക്ട്രിക് ബസ് സീറ്റുകൾ പരിമിതിയാണെങ്കിൽ കൂടിയും ഈ ഷിഫ്റ്റുകൾ അനുസരിച്ച് അവർ വിടുന്നത് കൊണ്ട് കൂടുതൽ സഞ്ചാരയോഗ്യമാണ്. അതുപോലെ തന്നെ ആൾക്കാർക്ക് സമയത്തിന് മറ്റ് ബസ്സുകൾ കിട്ടിയില്ലെങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ ബസ് ഇനിയും നമ്പർ കൂട്ടണം. ഇപ്പം 113 നമ്മുടെ കയ്യിലുള്ളത്. അത് കോർപ്പറേഷൻ നമുക്ക് തന്നതായിരുന്നു. അതാണിപ്പം പിൻവലിച്ചിട്ട് കോർപ്പറേഷനുള്ളിൽ മാത്രം യാത്ര ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബസ്സുകളുടെ നമ്പർ കൂട്ടണം എന്നാണ് പറയുന്നത്. കൂട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും തുടരണം. ഇത് റദ്ദാക്കാതെ ഇത് തന്നെ തുടരണമെന്നാണ് ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാനും അഭിപ്രായപ്പെടുന്നു. യാത്രാ സൗകര്യത്തിനും ഈ ബസ് വളരെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? സീറ്റുകൾ വളരെ പരിമിതിയാണ്. പക്ഷേ എന്നാലും കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടായിട്ടിരിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റതുപോലെ തന്നെ നമുക്ക് കുഴപ്പമില്ല, പോകാം. കുറച്ചുകൂടെ അതായത് നമ്മുടെ പ്രായം ചെന്ന ആൾക്കാർക്കായിരുന്നാലും കയറാനും ഒക്കെ സൗകര്യം. മറ്റേ നമ്മുടെ ബസ്സുകൾ കുറച്ച് സ്റ്റെപ്പൊക്കെ കൂടുതൽ ഹൈറ്റ് ഉള്ളതാണെങ്കിലേ അവർക്കൊക്കെ കയറാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ലോ ഫ്ലോർ പോലെ തന്നെ ഇതും കുറച്ചുകൂടെ കംഫർട്ടാണ് ആൾക്കാർക്ക് കയറാനായിട്ട്. ഇപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം നമ്മുടെ KSRTCക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ട്. പ്രത്യേകിച്ച് 10 കോടിയിലധികം ഒരു ദിവസം കളക്ഷനൊക്കെ റെക്കോർഡ് ഭേദിച്ചിട്ടുണ്ട്. അപ്പം എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? അല്ല, അദ്ദേഹം നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എത്രയോ തവണ KSRTCയിലെ കണ്ടക്ടറും ഡ്രൈവർക്കൊക്കെ ശമ്പളം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ആ പരിഹാരങ്ങളെല്ലാം അദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽപ്പെട്ടതാണല്ലോ ഈ ഇലക്ട്രിക് ബസ്സിൻ്റെതും. അത് നല്ലതാണ്, സ്വാഗതാർഹമാണ്. ജനങ്ങൾക്കത് പ്രദമാകട്ടെ. നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രമല്ല, ഉൾപ്രദേശങ്ങളിലും അത് പോകട്ടെ.